ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രതാപനും മുത്തശ്ശിക്കും കരുണയ്ക്കും ഒക്കെ അവർ ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകൾക്കെല്ലാം ഞെട്ടിക്കുന്ന തിരിച്ചടികൾ തന്നെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മഹാലക്ഷ്മിയുടെ ജീവൻ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ കമലേശ്വരത്ത് പോയിട്ട് ഉണ്ണിയുടെ ഭാര്യയായിട്ട് സന്തോഷത്തോടെ വാഴാം എന്നുള്ള അതിമോഹമൊന്നും സത്യത്തിൽ കരുണയ്ക്കില്ല. അവൾ ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, മഹാലക്ഷ്മിയും അവളുടെ കുഞ്ഞും കണ്ണേട്ടനുമായിട്ട് ആ വീട്ടിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പാടില്ല. ഒന്നുകിൽ ആ കുഞ്ഞില്ലാതാകണം, അല്ലെങ്കിൽ മഹാലക്ഷ്മിയും കുഞ്ഞും ഒരുമിച്ചില്ലാതാകണം. ഈ ഒരൊറ്റ കുശുമ്പും കണ്ണുകടിയും ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഗർഭിണിയായിട്ടുള്ള മഹിയെ സ്റ്റെയർകേസിൽ നിന്നും താഴേക്ക് തള്ളി വിട്ടിട്ട് അവൾ ഞെട്ടിക്കുന്ന ക്രൂരത ചെയ്തത്. പക്ഷേ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് അങ്ങനെയൊരു മഹാപാപം ചെയ്തു കൂട്ടിയെങ്കിലും കാര്യങ്ങൾ വല്ലാത്തൊരു തിരിച്ചടിയിലേക്കാണ് എത്തുന്നതെന്ന് സ്വപ്നത്തിൽ പോലും കരുണ കരുതിയിരുന്നില്ല. പോലീസിനെയും മാർക്കോയെയും ഓരോ നിമിഷവും ഭയന്നാണ് കരുണയും പ്രതാപനും മുത്തശ്ശിയൊക്കെ ഇപ്പോൾ വീട്ടിൽ കഴിച്ചു കൂട്ടുന്നത്. എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ കൈകളിൽ പോലീസിൻ്റെ വിലങ്ങ് വീഴാം എന്ന ഭയം അവരെ വിടാതെ പിന്തുടരുന്നുണ്ട്. അതുമാത്രമല്ല, അവസാന ദിവസം കണ്ണൻ പറഞ്ഞതാണ്, ഇനി എനിക്കോ എൻ്റെ കുഞ്ഞിനോ മഹിക്കോ എതിരായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, നിങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കുമെന്ന് തന്നെ കണ്ണൻ മുന്നറിയിപ്പ് നൽകിയതാണ്. അപ്പോൾ അതുകൂടി അറിഞ്ഞതോടുകൂടി പ്രതാപനും മുത്തശ്ശിയും കരുണയൊക്കെ വല്ലാതെ തന്നെ ഭയപ്പെട്ട് കഴിയാണ്. അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മോഹിനിയുടെ സംശയം സത്യമാണെന്ന് മനസ്സിലാക്കുന്ന കണ്ണനാണെങ്കിൽ പ്രതാപനെയും വാമനെയും കൃത്യമായിട്ട് തന്നെ പൂട്ടുന്നുണ്ട്. എന്നാൽ ഈ സത്യങ്ങളെല്ലാം അറിയുന്ന ദുർഗയ്ക്കും ഉണ്ണിക്കും ഒന്നും ഇത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഈ ഒരു വലിയ ചതിയുടെ പശ്ചാത്തലത്തിൽ ദുർഗയും ഉണ്ണിയും ഒപ്പം മഞ്ജുവും കണ്ണേട്ടനോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കണ്ണേട്ട ഇതുവരെ എന്നോട് പോലും ഈ വലിയ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചു എന്നുള്ള മഞ്ജുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണൻ ഒന്ന് പതറി പോകുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് മറ്റൊരു സത്യം പുറത്തു വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം സാഗറിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. മഞ്ജു അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുന്നു കരുതി സാഗർ മനഃപൂർവ്വം ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. സത്യങ്ങൾ മഞ്ജു അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരു കാരണവശാലും കരുണയെ കമലേശ്വരത്ത് നിൽക്കാനായിട്ട് അനുവദിക്കില്ല എന്നും അടിച്ചിറക്കി കളയുമെന്നെല്ലാം സാഗറിന് ഉറപ്പായിരുന്നു. ഇനി നമ്മളായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് സാഗർ എല്ലാം മൗനമായിട്ട് ഉള്ളിലൊതുക്കിയത്. ഇതേസമയം ആകെ തകർന്ന അവസ്ഥയിൽ ദുർഗയാണെങ്കിൽ കണ്ണനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഭാര്യയെ എൻ്റെ മരുമകൾ തള്ളിയിട്ടു എന്ന പേരിൽ എന്തിനാണ് എൻ്റെ പാവം ചേട്ടനെ കള്ളക്കേസിലകത്താക്കിയത്? നിന്നെ ഈ പ്രായം വരെ നോക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ് നിൻ്റെ അമ്മാവൻ. അത് നീ മറക്കരുത്. 12ാമത്തെ വയസ്സിൽ വീൽ ചെയറിലായ നിന്നെ ഇത്രയൊക്കെ ആക്കി എത്തിച്ചത് ഞാനും എൻ്റെ ഏട്ടനും കൂടിയാണ് എന്നെല്ലാം ദുർഗ കണ്ണൻ്റെ ഈ പ്രവൃത്തിയെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുമ്പോൾ കണ്ണനാണെങ്കിൽ അത് കേട്ട് ശരിക്കും ദേഷ്യം വരികയാണ്. നിങ്ങൾക്കൊന്നും അറിയില്ലമ്മേ, നിങ്ങളുടെ ജീവിതം പോലും തകർത്തത് ആ ഒരു ദുഷ്ടനാണ്, അത് മറക്കണ്ട. ഞാൻ പറഞ്ഞതും കേസ് കൊടുത്തതൊന്നും കള്ളമല്ല. സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ മരുമകളോട് ചോദിക്കുക. എൻ്റെ അച്ഛനെ കൊന്നത് അവളുടെ അച്ഛനാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവൾ ഞാനും എൻ്റെ ഭാര്യയും പറയുന്നതൊക്കെ അനുസരിക്കാൻ തുടങ്ങിയത്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നല്ലോ, കാരണം എന്തുകൊണ്ടാണ് ഞാനും മഹിയൊക്കെ പറഞ്ഞതനുസരിച്ച് പഞ്ചപുച്ഛമടക്കി നിന്നത് എന്ന്. അതിനുള്ള ഉത്തരം ഇതാണെന്നും കണ്ണൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സത്യങ്ങളും ഉണ്ണിയും ദുർഗയും തിരിച്ചറിയുന്നു. അല്ലാതെ അവളുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഈ സത്യങ്ങളൊന്നും ഒരു കാരണവശാലും ഉണ്ണിയും അമ്മയും അറിയരുതെന്ന് കരുണ അത്രമാത്രം ആഗ്രഹിച്ചു. എന്നിപ്പോൾ കണ്ണൻ്റെ ഈ വാക്കുകൾ കേട്ട് ഉണ്ണിയും ഞെട്ടുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എനിക്ക് മുൻപ് തന്നെ സംശയമുള്ളൊരു കാര്യമായിരുന്നു ഇത്. പലരെയും ലോറി കയറ്റി കൊന്നിട്ടുണ്ടെന്ന് വീരവാദം പറയുമ്പോഴൊക്കെ ഞാൻ കരുണയോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛനെ കൊന്നതും നിൻ്റെ അച്ഛനാണോ എന്ന്. കാരണം എൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അയാളെ ശല്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴെല്ലാം അവൾ ഒഴിഞ്ഞു മാറുമായിരുന്നു. അന്ന് തന്നെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. മാത്രമല്ല പ്രതാപനെ അയാളുടെ മാനസിക നില തെറ്റിയ സമയത്ത് ഞങ്ങളെ ഒന്ന് കാണാൻ പോലും അവൾ അനുവദിച്ചിരുന്നില്ല. അതിൽ നിന്നെല്ലാം എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. തൻ്റെ സ്വന്തം ഏട്ടൻ തന്നെയാണോ തൻ്റെ ജീവിതം തകർത്തത്, ആ താലി പൊട്ടിച്ചെറിഞ്ഞത് എന്ന് വിശ്വസിക്കാൻ കഴിയാതെ ദുർഗയാണെങ്കിൽ പൊട്ടിക്കരയാണ്. ഇത്രയും കാലം ദുർഗ എന്തിനും ഏതിനും വാമേട്ട വാമേട്ട എന്ന് പറഞ്ഞത് ആശ്രയിച്ചിരുന്നത് വാമദേവനെയായിരുന്നു. അത്രമാത്രം ദുർഗയ്ക്ക് അയാളെ വിശ്വാസമായിരുന്നു. അപ്പോൾ ഈ ദുർഗയുടെ അവസ്ഥ കണ്ട് ഉണ്ണിയും മഞ്ജുവും കണ്ണനുമെല്ലാം ദുർഗയെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല മേഘനാണെങ്കിൽ മഞ്ജുവിനെ വിവാഹം കഴിച്ച് ചതിച്ച ഒരാളുമാണ്. അപ്പോൾ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ദുർഗയ്ക്കാണെങ്കിൽ വാമനോൻ്റെ ആ ചതി ഒട്ടും പുറത്തു കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. പിന്നീട് കണ്ണൻ കാര്യങ്ങൾ വീണ്ടും വ്യക്തമാക്കുന്നുണ്ട്. സത്യങ്ങൾ ഇനിയും നിങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് ഞാൻ കൂടി അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവല്ലേ എൻ്റെ ഭാര്യ ഇപ്പോൾ അവൾ താഴേക്ക് തള്ളിയിട്ടത്. മഹിയുടെ 7ാം മാസത്തെ ചടങ്ങിനിടയ്ക്ക് പ്രതാപൻ മാനസിക നില തെറ്റി എന്തൊക്കെയോ എന്നോട് സംസാരിക്കാൻ വന്നപ്പോൾ വാമദേവനും എല്ലാവരും കൂടി ചേർന്ന് അയാളെ തടഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു. ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മഹിയോടൊപ്പം ഞാൻ കരുണാലയത്തിലേക്ക് പോയത്. അന്നത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞതാണ് ഞാൻ അറിഞ്ഞതാണ് എൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപൻ ആണെന്നുള്ള സത്യം.
പക്ഷേ വാമദേവന് ഇതിന് പിന്നിൽ പങ്കുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ മഹിയുടെ അമ്മയ്ക്ക് തോന്നിയ സംശയവും മാനസിക നില തെറ്റി പ്രതാപൻ പിച്ചും പേയും പറഞ്ഞ കൂട്ടത്തിൽ വാമദേവൻ്റെ പേര് പറഞ്ഞതുമാണ് വഴിത്തിരിവായത്. ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അയാളെ ചികിത്സിച്ച ഡോക്ടറോട് സംസാരിച്ചിരുന്നു. പാതി മയക്കത്തിൽ അയാൾ പറയുന്നതെല്ലാം അബോധ മനസ്സിലുള്ള സത്യങ്ങളാണെന്ന് ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞപ്പോഴാണ് ആ ഒരു ഞെട്ടിക്കുന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. തൻ്റെ അച്ഛനെ തന്നിൽ നിന്നും അകറ്റിയവരെയും ഭാര്യയോട് ക്രൂരത കാണിച്ച കരുണയും വെറുതെ വിടില്ല എന്നും അവൾ ഇനി ഈ വീടിൻ്റെ പടി കയറാൻ സമ്മതിക്കില്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് കണ്ണൻ അവിടെ നിന്നും ഇറങ്ങുന്നു. ശേഷം വാമദേവനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയറിഞ്ഞ് ആകെ തകർന്ന് സീമന്തിനി ദുർഗയുടെയും ഉണ്ണിയുടെയൊക്കെ മുന്നിലേക്ക് സഹായം ചോദിച്ചുകൊണ്ട് വരുന്നത്. കരഞ്ഞുകൊണ്ട് സീമന്തിനി പറയുന്നുണ്ട്, എനിക്ക് സഹായം ചോദിക്കാൻ മറ്റാരുമില്ല, എല്ലാവരും കൂടി ചേർന്ന് കള്ളക്കേസിൽ വാമേട്ടനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുമെന്ന് പറയുമ്പോൾ സീമന്തിനിയുടെ ഈ ആവശ്യത്തോട് കറുത്ത രോഷത്തോടു കൂടിയാണ് ഉണ്ണിയും ദുർഗയും പ്രതികരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ആവശ്യവും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നി? എൻ്റെ ജീവിതവും എൻ്റെ അമ്മയുടെ ജീവിതവും ഒക്കെ ഇങ്ങനെ തകരാൻ കാരണക്കാരനായത് അയാൾ ഒറ്റ ഒരുത്തനാണ്. അയാളെ ഞാൻ അത്രമാത്രം വിശ്വസിച്ചിരുന്നു. എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കേണ്ടി വരില്ലായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഒരു കമ്പനിയുടെ ഒരു കൃത്രിമം കണ്ടുപിടിച്ചതിൻ്റെ പേരിലാണ് എൻ്റെ അമ്മയെ വിധവയാക്കാനായിട്ട് അയാൾ കൂട്ടുനിന്നത്. എന്നെയും അനിയത്തെയും അമ്മയെയൊക്കെ ജീവന തുല്യം സ്നേഹിച്ച അച്ഛനെ ഞങ്ങളിൽ നിന്നും അകറ്റി അയാളെ പുറത്തിറക്കാൻ ഞങ്ങൾ വരണമെന്നോ ഒരിക്കലും ഇല്ല എന്ന് തന്നെ സീമന്തിനിയുടെ മുഖത്ത് നോക്കി തുറന്നടിക്കുന്നുണ്ട് ഉണ്ണി. ഇപ്പോൾ ദുർഗയാണെങ്കിലും കലിപ്പോടു കൂടി തന്നെയാണ് സീമന്തിനിയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ സീമന്തിനിയാണെങ്കിൽ ആകെ തകർന്നു പോവാണ്. എങ്കിലും സീമന്തിനി വീണ്ടും അപേക്ഷിക്കുന്നുണ്ട്, എനിക്കറിയാം നിങ്ങളുടെ വിഷമം എത്രമാത്രം ഉണ്ടെന്ന്, പക്ഷേ മേഘൻ തളർന്നു കിടക്കുകയാണ്, അതിൻ്റെ കൂടെ അച്ഛനും കൂടി ജയിലിലാണെന്ന് അറിഞ്ഞാൽ എൻ്റെ പെങ്കൊച്ചിന് നല്ലൊരു ആലോചന പോലും വരില്ല, അതുകൊണ്ട് ഞങ്ങളെ കൈവിടരുത് എന്നെല്ലാം പറയുമ്പോൾ ഉണ്ണിയുടെ ദേഷ്യം ഇരട്ടിക്കാണ്. എൻ്റെ അച്ഛനെ കൊന്നവൻ്റെ മകളെ കൊണ്ട് തന്നെ എന്നെ വിവാഹം കഴിപ്പിക്കാൻ നോക്കിയതിൻ്റെ പിന്നിലും നിങ്ങളുടെ കുരുട്ട് ബുദ്ധി തന്നെയായില്ലായിരുന്നു. ഒന്നിനെയും ഞങ്ങളിനി വെറുതെ വിടാൻ പോകുന്നില്ല. അയാൾ ജീവിതകാലം മുഴുവൻ ജയിലിൽ തന്നെ കിടക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. അങ്ങനെ കമലേശ്വരം കുടുംബത്തെ ഒന്നടങ്കം പിടിച്ചിലേക്കുന്ന സത്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം പ്രതാപൻ കൂടി ജയിലിലായതോടെ മുത്തശ്ശിയും കരുണയാണെങ്കിലും ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അതുമാത്രമല്ല കരുണയ്ക്കിനി ഏത് നിമിഷം വേണമെങ്കിലും കണ്ണൻ പ്രതാപനെ പോലെ തന്നെ നല്ലൊരു ശിക്ഷ തന്നെ കൊടുക്കാം. അതുമാത്രമല്ല ഇനി കണ്ണൻ ചോദിക്കുന്ന കോടികളുടെ കോമ്പൻസേഷൻ തുകയും കൊടുക്കേണ്ടി വരും. അവരുടെ മുഴുവൻ സ്വത്തുക്കളും വിറ്റ് തുലച്ചാൽ പോലും ആ ഒരു തുക കൊടുക്കാനായിട്ട് മുത്തശ്ശിയെ കൊണ്ടോ കരുണയെ കൊണ്ടോ സാധിക്കില്ല. അതുമാത്രമല്ല ഇപ്പോൾ ദുർഗയും ഉണ്ണിയൊക്കെ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അവളെ ഇനി എന്തായാലും കമലേശ്വരത്തിൻ്റെ പടി കയറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ എല്ലാം കൊണ്ടും തകർന്നടിയുന്നുണ്ട് കരുണയും മുത്തശ്ശിയും. അതുമാത്രമല്ല കരുണ എന്താണോ ആഗ്രഹിച്ചത്, മഹാലക്ഷ്മിയുടെ കുഞ്ഞ് ജനിക്കരുത്, അവൾ ഒരിക്കലും കണ്ണനോടും ആ കുഞ്ഞിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കരുത്, കണ്ണൻ്റെ വീൽ ചെയർ തള്ളി അവൾ ശിഷ്ടകാലം ജീവിക്കണം എന്നാണല്ലോ കരുണ കരുതിയിരുന്നത്. പക്ഷേ അതൊന്നുമല്ല സംഭവിക്കുന്നത്. അയ്യപ്പസ്വാമിയുടെയും സിദ്ധിയായിട്ടുള്ള അമ്മയുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് മഹാലക്ഷ്മി ഒരാൺകുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി ഹോസ്പിറ്റലിലായതും എല്ലാം ഒരു നിമിത്തം തന്നെയാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് കണ്ണൻ ഈ സത്യങ്ങളെല്ലാം അറിയാനായിട്ട് ഇടവരുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്